8 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ പ്രതിരോധ സേന തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഡെപ്യൂട്ടി കമാൻഡറായ 23-കാരൻ ക്യാപ്റ്റൻ വാസിം മഹ്മൂദ് ഉൾപ്പെടെയുള്ളവരാണ് മരിച്ചത്. മറ്റ് 7 പേരുടെ പേര് വിവരങ്ങൾ പുറത്തുവരേണ്ടതുണ്ട്. പ്രാദേശിക സമയം പുലർച്ചെ 5 മണിയോടെയായിരുന്നു സ്ഫോടനം. ഹമാസിനെ പ്രതിരോധിക്കാനായി രാപ്പകൽ ഓപ്പറേഷൻ നടത്തിയിരുന്ന സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നവരാണ് വീരമൃത്യു വരിച്ചത്. അതീവ സുരക്ഷ ഉറപ്പാക്കുന്ന കോമ്പാക്ട് എഞ്ചിനീയറിംഗ് വെഹിക്കിൾ അതായത് CEV-യിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് റാഫയിലെ സുൽത്താൻ പരിസരത്ത് സ്ഫോടനമുണ്ടായതെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ സമയം വെടിവെയ്പ് നടന്നിട്ടില്ലെന്നും ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിലാണ് സ്ഫോടനം നടന്നതെന്നും IDF വ്യക്തമാക്കി. ബോംബ് ഘടിപ്പിച്ചതാണോ അതോ സ്ഫോടക വസ്തു എറിഞ്ഞാണോ അപകടമുണ്ടായതെന്ന് അറിയാനായി കൂടുതൽ അന്വേഷണങ്ങൾ ആവശ്യമാണെന്നും IDF അറിയിച്ചു. ഹമാസിന്റെ ക്രൂരതയിൽ ഒക്ടോബർ 7 മുതൽ ഇതുവരെ 307 സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് വീരമൃത്യു വരിച്ചത്. ബന്ദികളെ രക്ഷിക്കുന്നതിനിടെ കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനും സിവിൽ മന്ത്രാലയത്തിന്റെ കോൺട്രാക്ടർ ഉൾപ്പെടെയുള്ളവരുടെ ജീവനാണ് മാസങ്ങൾക്കിടയിൽ പൊലിഞ്ഞത്. ഒറ്റ ആക്രമണത്തിൽ 8 സൈനികരുടെ മരണത്തിൽ ഇസ്രായേൽ ഇപ്പോൾ നടുങ്ങിയിരിക്കുകയാണ്. ജനുവരിക്ക് ശേഷം ഇസ്രായേൽ പ്രതിരോധ സേന നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടിയാണിതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ബന്ദികളുടെ മോചനത്തിനും വെടിനിർത്തലുമായി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഇസ്രായേലിൽ ആയിരങ്ങൾ തെരുവിൽ പ്രതിഷേധം തുടരവെയാണ് സൈനികരുടെ മരണവാർത്ത കൂടി പുറത്തു വന്നിരിക്കുന്നത്. സൈനിക ടാങ്കറുകൾ തകർത്താണ് ഹമാസിന്റെ അൽ-അഖ്സാം ബ്രിഗേഡ് ഇസ്രായേൽ സൈനികരെ വധിച്ചത്. ഗാസയിലെ ഓരോ പ്രദേശങ്ങളിലും ഇസ്രായേൽ സൈന്യം ബോംബുകൾ വർഷിക്കുകയാണ്. ഇതുവരെ 37,000-ലധികം പേരാണ് ഗാസയിൽ മാത്രം കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസം 3 വീടുകൾ ലക്ഷ്യമിട്ടിട്ടുണ്ടായ ആക്രമണത്തിൽ 28 പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത്. ഇതിനിടെയാണ് സൈന്യത്തിന് വൻ തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. ഹമാസിന്റെ സായുധ വിഭാഗമായ അൽ-അഖ്സാം ബ്രിഗേഡാണ് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്നത്. റാഫേൽ നിന്ന് വരികയായിരുന്ന ഇസ്രായേൽ സൈനിക വാഹനമാണ് ആക്രമിക്കപ്പെട്ടത്. ആദ്യം റോക്കറ്റ് പതിക്കുകയായിരുന്നു. തൊട്ടു പിന്നാലെ പ്രദേശത്ത് ഒളിഞ്ഞിരിക്കുന്ന ഹമാസ് അംഗങ്ങൾ വെടിയുതിർത്തു. സൈനിക വാഹനത്തിലും ഇതിനു പിന്നാലെ വന്ന സഹായികളുടെ വാഹനത്തിലും ഉണ്ടായിരുന്ന എല്ലാവരെയും വധിച്ചു എന്നാണ് ഹമാസ് പറയുന്നത്. ഇത്രയും ശക്തമായ ആക്രമണം നടത്താൻ ഹമാസിന് എങ്ങനെ സാധിച്ചു എന്നും ഇസ്രായേൽ സൈന്യം അന്വേഷിക്കുന്നുണ്ട്. മേഖലയിൽ നിന്ന് നേരത്തെ എല്ലാ ഹമാസ് അംഗങ്ങളെയും തുരത്തിയെന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടിരുന്നു. മാത്രമല്ല റാഫയിലെ മിക്ക പ്രദേശങ്ങളിലും ഇസ്രായേൽ സൈന്യം മിസൈൽ ആക്രമണം നടത്തിയതാണ്. പിന്നെ എങ്ങനെ തിരിച്ചടി ലഭിച്ചു എന്നാണ് അന്വേഷിക്കുന്നത്. നരനായിട്ട് തുടരുന്ന ഇസ്രായേൽ സൈന്യം ഗാസ സിറ്റിയിൽ വീടുകൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിൽ 28 പലസ്തീനുകളാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. ഈ ആക്രമണത്തിൽ 2 ബന്ദികളും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നു. ജനുവരിയിൽ ഹമാസിന്റെ RPG തീപിടുത്തത്തിൽ 21 സൈനികർ കൊല്ലപ്പെട്ടു. 2 കെട്ടിടങ്ങൾ തകർന്നു. റാഫയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ടെൽ അൽ സുൽത്താൻ പ്രദേശത്തും ഒരു കവചിത പേഴ്സൺ കാരിയറിന് നേരെ പതിയിരുന്ന് ആക്രമണം നടത്തിയതായി നേരത്തെ ഹമാസ് പ്രഖ്യാപിച്ചിരുന്നു. ഇസ്രായേൽ സൈന്യം ആഴ്ചകളായി റാഫ മേഖലയിൽ മുന്നേറുകയാണ്. ഇന്ന് അവരുടെ ആക്രമണത്തിൽ കുറഞ്ഞത് 19 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.